ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് യേശു പിറന്ന പുൽക്കൂടിനെ കുറിച്ച് ധ്യാനിക്കാം. ഈ ലോകത്തെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരിടമാണത്. വലിയ മണിമാളികകളിൽ എവിടെയെങ്കിലും പിറക്കാമായിരുന്ന അവിടുന്ന് ഏറ്റവും നിസ്സാരമായൊരു പുൽക്കൂടാണ് തനിക്കായി കണ്ടെത്തിയത്. മൃഗങ്ങൾ താമസിക്കുന്ന കാലിത്തൊഴുത്തിലേക്ക് മൃഗങ്ങളെക്കാൾ ഹീനമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് മനപ്രയാസം കൂടാതെ കടന്നു ചെല്ലാൻ പറ്റിയ ഒരിടമാണത്. ഉയർന്ന അവസ്ഥയിൽ ജീവിക്കുന്നവന് ഒന്ന് എളിമപ്പെട്ടാൽ കടന്നു ചെല്ലാവുന്ന ഇടവുമാണത്. ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ തൻ്റെ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന ബുക്കിൽ പറയുന്നത് ഇപ്രകാരമാണ്: യേശു പിറന്ന പുൽത്തൊട്ടിയിലേക്ക് പ്രവേശിക്കാൻ വാതിൽ പൊക്കം കുറവായതിനാൽ ഒന്ന് കുനിഞ്ഞാൽ മാത്രമേ ആ വാതിലിലൂടെ അകത്ത് കയറാനാവൂ. എത്ര വലിയവരായാലും ചെറിയവരായാലും ഒന്ന് കുനിയാതെ ഉണ്ണീശോയെ കാണാനാവില്ല. അത്ര പൊക്കം കുറവാണ് ആ വാതിൽ. കിടപ്പാടമില്ലാത്ത ആട്ടിടയനായാലും കൊട്ടാരത്തിലെ രാജാവായാലും ഒന്ന് കുനിയാതെ പുൽക്കൂട്ടിലെ രക്ഷ കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ആവില്ല. സന്ദേശം ഒന്നു മാത്രം: അല്പമൊന്ന് കുനിയുക, എളിമപ്പെടുക, ചെറുതാകുക. അപ്പോൾ നമുക്കും ഉണ്ണീശോയെ കാണാം, രക്ഷ അനുഭവിക്കാം, രക്ഷ സ്വന്തമാക്കാം. വിഷ് യു ഓൾ എ ഹാപ്പി ക്രിസ്മസ്. ഗോഡ് ബ്ലെസ് യു ഓൾ.